ഇന്നത്തെ പഠനം നമുക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം ആരംഭിക്കാം. ഓം ശ്രീ മഹാഗണപതേ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരി ഓം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സർവനാമങ്ങളുടെ വചനരൂപങ്ങൾ പഠിച്ച് കഴിഞ്ഞിരുന്നു. അതിൻ്റെ വചനരൂപങ്ങൾ വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഇനി പഠിക്കേണ്ടത്. അതിൻ്റെ ഏകവചനം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ വചനരൂപങ്ങൾ വെച്ചിട്ടുള്ള, അതായത് ദ്വിവചനം വരുമ്പോഴും ദ്വിവചനത്തിൽ രണ്ടിലധികം വരുമ്പോൾ ബഹുവചനം വരുമ്പോഴും എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അതുകൂടാതെ ക്രിയാപദങ്ങളുടെ ഒരു ആമുഖവും കൂടെ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നുണ്ട്. ഒരു 3 ക്രിയാപദങ്ങൾ, വളരെ ലളിതമായിട്ടുള്ള 3 ക്രിയാപദങ്ങളെ കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സർവനാമങ്ങളുടെ വചനരൂപങ്ങൾ അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ആ സർവനാമങ്ങളുടെ വചനരൂപങ്ങളിൽ നമ്മൾ ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അതായത് നമ്മൾ സർവനാമങ്ങൾ ഏഷഃ സഹ ഏഷാ സാ ഏതത് തത് ഇങ്ങനെ സർവനാമ രൂപങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ കിം ശബ്ദം, കിം ശബ്ദത്തിൽ അതിൻ്റെ രൂപങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ചോദ്യം ചോദിക്കുന്നതാണ്. കിം എന്ന മൂലശബ്ദത്തിൽ നിന്നും ഉണ്ടായത്, അതായത് കഹ കാ കിം എന്നുള്ളത് പഠിച്ചു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അതിൽ കഹ കാ കിം വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പഠിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ തന്നെ അത് എങ്ങനെയാണ് അതിൻ്റെ സർവനാമ രൂപങ്ങളുടെ വചന രൂപങ്ങളും കൂടി വരുമ്പോൾ ആ ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പ് നേരത്തെ ക്ലാസ്സിലൊക്കെ നാമങ്ങളുടെ വചനരൂപങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് അകാരാന്ത ശബ്ദത്തിൻ്റെ നമ്മൾ അന്ന് പഠിച്ചത് ബാലകഃ എന്ന ശബ്ദത്തിൻ്റെ പഠിച്ചായിരുന്നു. അപ്പോൾ അതേപോലത്തെ അകാരാന്ത ശബ്ദം വരുന്ന വാക്കാണ് ഗജഃ. ഇവിടെ ചിത്രം കാണിച്ചിരിക്കുന്നത് ആനയുടെയാണ്. ഗജഃ. രണ്ടാമത്തെ ചിത്രത്തിൽ 2 ആനകളാണ്, അപ്പോൾ ഗജൗ എന്നാവും. മൂന്നാമത്തതിൽ 2-ലധികമാണ്, അപ്പോൾ ഗജാഹ. ഗജഃ ഗജൗ ഗജാഹ. അപ്പോൾ നമ്മൾ അന്ന് പഠിച്ചത് ബാലകഃ എന്ന ശബ്ദമായിരുന്നു. ബാലകഃ ബാലകൗ ബാലകാഹ എന്ന് പഠിച്ചപ്പോൾ അകാരാന്തത്തിൽ അവസാനിക്കുന്ന ഏത് ശബ്ദം വന്നാലും ഏത് പദം വന്നാലും അതിൻ്റെ രൂപം ഇങ്ങനെയായിരിക്കും. ഇതും അകാരാന്ത ശബ്ദമാണ് ഗജഃ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ചിത്രം കാണിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ചോദ്യം ചോദിക്കുമ്പോൾ, അതായത് നമ്മൾ ഒരു പദമാണ്, ഒരു ഏകവചനത്തിനോട് ചോദ്യം ചോദിക്കുന്നതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിപ്പോൾ ഈ ആദ്യത്തെ ചിത്രത്തിൽ കാണിക്കുന്ന ആനയെ കാണിച്ചിട്ട് നമുക്ക് ഏഷഃ കഹ എന്ന് ചോദിക്കാം. അപ്പോൾ അതുപോലെ അത് മാത്രമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ പറയുന്നത് 2 ആനകൾ ഇത് വരുമ്പോഴും 2-ലധികം വരുമ്പോഴും നമ്മൾ എങ്ങനെ ചോദ്യം ചോദിക്കുക. അപ്പോൾ ആ സർവനാമ ചോദ്യമായിട്ട് വരുന്ന പദത്തിൻ്റെയും നമ്മൾ വചനരൂപം മാറ്റേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്, കഹ കൗ കേ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുമ്പോൾ രണ്ടാമതായിട്ട് 2 ആനകളെ കാണിച്ചിട്ട് ചോദിക്കുമ്പോൾ കൗ എന്ന് ചോദിക്കണം. കൗ എന്ന് ചോദിക്കും. അതായത് ഇത് അപ്പോൾ ഇവിടുത്തെ ഇപ്പം നമ്മളിവിടെ സഹ അല്ലെങ്കിൽ ഏഷഹയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതും മാറും. ഏതൗ കൗ എന്നാവും. ഏഷഹ എന്നുള്ള സർവനാമത്തിൻ്റെ രൂപം വന്നിട്ട്
ഏഷഹ ഏതൗ ഏതേ എന്നാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു. അപ്പോൾ അത് നമ്മൾ ചോദ്യം ഇവിടെ ചോദിക്കുമ്പോൾ ഏഷഹ കഹ ഒരാനയ്ക്ക്, രണ്ടാമതായിട്ട് ഏതൗ കൗ എന്ന് ചോദിക്കണം, മൂന്നാമത് ബഹുവചനം വരുമ്പോൾ ഏതേ കേ എന്ന് ചോദിക്കും. അപ്പോൾ കഹ കൗ കേ അത് കാണിക്കാനാണ് ഈ ചിത്രം കാണിച്ചത്. അടുത്തതായിട്ട് അശ്വഹ. അശ്വഹ എന്ന കുതിരയുടെയാണ്. ഒരു കുതിര, രണ്ട് കുതിര, രണ്ടിലധികം കുതിരകൾ. അശ്വഹ, അശ്വൗ, അശ്വാഹ അകാരാന്ത ശബ്ദം തന്നെയാണ്. അപ്പോൾ അതേ രൂപം തന്നെ, മേളത്തെ ഗജഹയുടെ അതേ രൂപം തന്നെയാണ് ഇതിനും വരുന്നത്. അകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്. അശ്വഹ, അശ്വൗ, അശ്വാഹ. അപ്പോൾ കഹ കൗ കേ വച്ച് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് ഏഷഹ ഉപയോഗിക്കുകയാണെങ്കിൽ, പുല്ലിംഗ ആയതുകൊണ്ട് ഏഷഹ, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് സഹയും ഉപയോഗിക്കാം. അപ്പോൾ ഏഷഹ ഉപയോഗിച്ചിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഏഷഹ കഹ, രണ്ടാമത്തെ ചിത്രത്തിൽ രണ്ട് കുതിരകളുള്ളതുകൊണ്ട് ഏതൗ കൗ എന്ന് ചോദിക്കണം. മൂന്നാമത്തെ ചിത്രത്തിൽ രണ്ടിലധികമാണ്, അപ്പോൾ അതിൻ്റെ രൂപം എന്ന് പറയുന്നത് ഏഷഹ ഏതൗ ഏതേ ആണ്. ഏതേ, അപ്പോൾ ഏതേ കേ എന്ന് ചോദിക്കണം. ഏതേ കേ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇവിടെ കാണിച്ചിരിക്കുകയാണ്. അപ്പം ഇത് മനസ്സിലാക്കാനാണ് ഈ ചിത്രം കാണിച്ചത്. അടുത്തതായിട്ട് അത് തന്നെ അത് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിട്ട് ബാലകഹ അകാരാന്ത ശബ്ദം തന്നെയാണ്. അതിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് ആ ക്വസ്റ്റ്യനും ആൻസറും ഇവിടെ എഴുതി കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ചിത്രത്തിൽ ആദ്യം കാണിച്ചിരിക്കുന്നത് ആദ്യം ഒരു കുട്ടി, രണ്ടാമത്തേൽ രണ്ട് കുട്ടി, മൂന്നാമത്തേൽ രണ്ടിലധികം. അപ്പോൾ ആദ്യത്തേത് കാണിച്ചിട്ട് ഏഷഹ കഹ, ഏഷഹ ബാലകഹ അകാരാന്ത പുല്ലിംഗ ശബ്ദം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ രൂപം നമുക്കറിയാം. രണ്ട് കുട്ടികൾ ബാലകഹ, രണ്ട് പേര് വരുമ്പോൾ ബാലകൗ എന്നാവും. അപ്പോൾ ഏതൗ കൗ എന്ന് ചോദിക്കണം. ഇത് ആരൊക്കെയാണ്? ഈ രണ്ടു പേർ ആരൊക്കെയാണ്? ഏതൗ കൗ, ഏതൗ ബാലകൗ, ഏതൗ ബാലകൗ. ഇനി ഇവരാരൊക്കെയാണ്? അത് രണ്ടിലധികമായി, അപ്പോൾ ബഹുവചനമായതുകൊണ്ട് ഇവരാരൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്നത് പോലെ ഇതിൽ സംസ്കൃതത്തിൽ ചോദിക്കുമ്പോൾ ഏതേ കേ, ഏതേ കേ, ഏതേ ബാലകാഹ, ഏതേ ബാലകാഹ. അപ്പോൾ ബാലകാഹ എന്നുള്ളത് അതിൻ്റെ ബഹുവചന രൂപം, ബാലക ശബ്ദത്തിൻ്റെ ബഹുവചന രൂപം. ഏതേ എന്നുള്ളത് ഏഷഹയുടെ ബഹുവചന രൂപം. അടുത്തതായിട്ട് വീണ്ടും അതൊന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചിത്രവും കൂടെ കാണിച്ചിട്ടുണ്ട്. ഒരു സിംഹം, രണ്ട് സിംഹങ്ങൾ, രണ്ടിലധികം സിംഹങ്ങൾ. അപ്പോൾ ആദ്യത്തേത് ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ ഏഷഹ കഹ പുല്ലിംഗ ശബ്ദം തന്നെയാണ്. സിംഹ എന്ന് പറയുന്നത് അകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്. ഏഷഹ കഹ, ഏഷഹ സിംഹ. രണ്ട് സിംഹം ആവുമ്പോൾ ഏതൗ കൗ, ഏതൗ സിംഹൗ എന്നാവും. ഏതേ കേ രണ്ടിലധികം ബഹുവചനമാണ്. ഏതേ കേ, ഏതേ സിംഹാഹ, സിംഹാഹ, സിംഹ സിംഹൗ സിംഹാഹ. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ രൂപം വരുന്നത്. ചോദ്യം ചോദിക്കുന്ന പദത്തിൻ്റെയും രൂപം മാറുകയാണ്. ഏഷഹ ഏതൗ ഏതേ കഹ കൗ കേ. അങ്ങനെ അതിൻ്റെ രൂപം, സർവനാമത്തിൻ്റെ രൂപം മാറി വന്നു. ഇനി അടുത്തത് നമുക്ക് ഇത് തന്നെ സ്ത്രീലിംഗത്തിൽ നമ്മൾ ഇതിൻ്റെ ഏഷഹ ശബ്ദത്തിൻ്റെ അതിൻ്റെ സ്ത്രീലിംഗ രൂപം വരുമ്പോൾ ഏഷ എന്ന് വരും. അതുപോലെ ചോദ്യം ചോദിക്കുന്നത് കാന്ന് വരും. കഹ എന്നുള്ളത് കായാവും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അടുത്തത് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ ജസ്റ്റ് ഒരു സ്ത്രീലിംഗ ശബ്ദങ്ങളുടെ വചന രൂപങ്ങൾ കാണിച്ച് പറഞ്ഞിരിക്കുകയാണ്. അജ, അജേ, അജാഹ, അതായത് ആടാണ്. പെണ്ണാടിനെയാണ് അജ എന്ന് പറയുന്നത്. അജഹ എന്ന് പറഞ്ഞാൽ മെയിലാണ്. ഫീമെയിലിനെ അജ എന്ന് പറയും. അജ, അജേ, അജാഹ. അതിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പുല്ലിംഗ ശബ്ദമായതുകൊണ്ട് കാ, കേ, കാഹ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. കാ, കേ, കാഹ ഇങ്ങനെ വരും. അടുത്തതായിട്ട് ലത,
ലതേ ലതാഹ. ലതാ ലതേ ലതാഹ എന്നാണ് അതിൻ്റെ രൂപം. അതിൻ്റെ ഇതിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് അടുത്ത സ്ക്രീനിൽ കാണിക്കും. ഇപ്പോൾ ഇതിപ്പോൾ വേറെ ചിത്രങ്ങളാണ്. ഇതിലിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഒരു വൃദ്ധയുടെ ചിത്രമാണ്. ആദ്യത്തേൽ ഒരാളെ ഉള്ളൂ, രണ്ടാമത്തേൽ 2 പേരുണ്ട്, മൂന്നാമത്തേൽ 2-ലധികം. അപ്പോൾ സ്ത്രീലിംഗം ആയതുകൊണ്ട് ഏഷാ എന്ന് ഉപയോഗിക്കണം. ഏഷാ കാ, ഏഷാ വൃദ്ധ. 2 പേരെ ചോദിക്കുമ്പോൾ ഏതേ കേ, ഏതേ വൃദ്ധേ. ഏതാഹ കാഹ, ഏതാഹ വൃദ്ധാഹ. അപ്പോൾ ബഹുവചനം വന്നപ്പോൾ രൂപം മാറി. ഏതാഹ കാഹ, ഏതാഹ വൃദ്ധാഹ. അപ്പോൾ ഏഷ എന്നുള്ളതിൻ്റെ ദ്വിവചനം ബഹുവചനം വരുമ്പോൾ ഏഷ, ഏതേ, ഏതാഹ. അതുപോലെ ചോദ്യം ചോദിക്കുന്ന കിം ശബ്ദത്തിൻ്റെ സ്ത്രീലിംഗ പദമാണ് കാ എന്ന് ചോദിക്കുന്നത്. കായുടെ വചനരൂപം വരുമ്പോൾ കാ, കേ, കാഹ. അപ്പോൾ ഏഷാ, ഏതേ, ഏതാഹ, കാ, കേ, കാഹ. വൃദ്ധയുടെ വൃദ്ധ എന്നുള്ളത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആകാരാന്തമാണ്. സ്ത്രീലിംഗ ശബ്ദം പൊതുവെ സംസ്കൃതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സ്ത്രീലിംഗ ശബ്ദങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ അതിൽ ആകാരാന്ത ശബ്ദത്തിൽ അവസാനിക്കുന്നവയായിരിക്കും കൂടുതലും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആകാരാന്ത ശബ്ദമാണ്. അപ്പോൾ വൃദ്ധ എന്നുള്ളതിൻ്റെ വൃദ്ധ, വൃദ്ധേ, വൃദ്ധാഹ അതാണ് അതിൻ്റെ സർവനാമരൂപം. ഇനി അടുത്തത് ഒരു ഉദാഹരണം കൂടെ കാണിച്ചിരിക്കുകയാണ്. അജ എന്നുള്ള, നമ്മൾ കഴിഞ്ഞ സ്ക്രീനിൽ കണ്ടു അജ. അപ്പോൾ ഇവിടെ ഒരാടാണ്. അപ്പം ഏഷാ കാ, ഏഷാ കാ, ഏഷാ അജ. 2 ആടുള്ളപ്പോൾ ഏതേ കേ, ഏതേ അജേ, അജേ എന്നായി. ഏതാഹ കാഹ, ഏതാഹ അജാഹ. അപ്പോൾ ഏഷാ, ഏതേ, ഏതാഹ അതാണ് അതിൻ്റെ സ്ത്രീലിംഗ സർവനാമരൂപത്തിൻ്റെ വചനരൂപങ്ങൾ. പിന്നെ അതിൻ്റെ ഈ സ്ത്രീലിംഗ പദത്തിൻ്റെ രൂപം അജ എന്നുള്ള പദത്തിൻ്റെ സർവനാമരൂപം മാറുന്നത് അജ, അജേ, അജാഹ. ഇനി അടുത്തതായിട്ട് നമുക്ക് നപുംസകലിംഗത്തിൻ്റെ നോക്കാം. ഇപ്പോൾ ഇവിടെ നപുംസകലിംഗത്തിൽ നമ്മൾ ചോദ്യം ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കുന്ന ഇതിൽ പഠിച്ചതിൽ കിം ശബ്ദം, കിം പദത്തിൻ്റെ കിം എന്ന മൂലശബ്ദത്തിൽ നിന്നും ഉണ്ടായ നപുംസകലിംഗ സർവനാമ രൂപം എന്ന് പറയുന്ന ചോദ്യം ചോദിക്കുന്ന പദമായിട്ട് വരുന്നത് കിം. അതേ രൂപം തന്നെയാണെന്ന് പഠിച്ചു, കിം. അപ്പോൾ അതിൻ്റെ സർവനാമ രൂപങ്ങളുടെ അതിൻ്റെ ആ രൂപത്തിൻ്റെ വചനരൂപം വരുമ്പോൾ കിം, കേ, കാനി എന്ന് വരും. കിം, കേ, കാനി. അപ്പോൾ ഒരെണ്ണത്തിനെ ചോദിക്കുമ്പോൾ കിം ഉപയോഗിക്കുക, 2 ആണെങ്കിൽ കേ എന്ന് ചോദിക്കുക, 2-ലധികം ബഹുവചനമാകുമ്പോൾ കാനി എന്ന് ചോദിക്കുക. അപ്പോൾ ഇതിൽ വിമാനം ആണ് കാണിച്ചിരിക്കുന്നത്. വിമാനം എന്ന നപുംസകലിംഗ ശബ്ദമാണ്. അപ്പോൾ അതിൻ്റെ രൂപങ്ങൾ കാണിച്ചിരിക്കുന്നു. വിമാനം, വിമാനേ, വിമാനാനി. വിമാനം, വിമാനേ, വിമാനാനി അതാണ് അതിൻ്റെ ബഹുവചന രൂപം. ഇനി അടുത്തതായിട്ട് വ്യജനം, വിഷറിയാണ്. വ്യജനം, വ്യജനേ, വ്യജനാനി. വ്യജനം, വ്യജനേ, വ്യജനാനി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവയുടെ ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ആ പദങ്ങൾ തന്നെയല്ല, അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അതേ ശബ്ദത്തിൽ വരുന്ന അന്തത്തിൽ വരുന്ന പദം തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തതിൽ പുസ്തകമാണ് കാണിച്ചിരിക്കുന്നത്. പുസ്തകം എന്നുള്ള നപുംസക പദമാണ്. അതിൻ്റെ ഒരു പുസ്തകമാവുമ്പോൾ നമ്മൾ പുസ്തകം എന്ന് പറയും. രണ്ടാമത്തത് 2 എണ്ണം ആവുമ്പോൾ പുസ്തകേ എന്ന് വരും. 3 2-ലധികമാവുമ്പോൾ പുസ്തകാനി. അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കറിയാം ഏതത്ത് എന്ന ശബ്ദമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നപുംസകത്തിലെ സർവനാമരൂപം ഏതത്ത്, ഇത് എന്നുള്ള അർത്ഥം. അപ്പോൾ ഏതത്ത് കിം, ഏതത്ത് കിം, ഏതത്ത് പുസ്തകം. ഏതത്ത് കിം, ഏതത്ത് പുസ്തകം. 2 ആവുമ്പോൾ ഏതേ കേ, ഏതേ പുസ്തകേ.
രണ്ടിലധികമാവുമ്പോൾ ഏതാനി കാനി ഏതാനി പുസ്തകാനി എന്ന് വരും. അപ്പോൾ ഏതത് ഏതേ ഏതാനി. അതുപോലെ അതിൻ്റെ ചോദ്യം ചോദിക്കുന്ന പദത്തിൻ്റെ രൂപം മാറുന്നത് കിം കേ കാനി. കിം കേ കാനി. അടുത്തതായിട്ട് ഒരു താമരപ്പൂവിൻ്റെ. അപ്പോൾ ഒരെണ്ണം ആവുമ്പോൾ അത് താമരപ്പൂ എന്നല്ല, ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇപ്പം കമലം എന്നായിരുന്നെങ്കിൽ അതിൻ്റെ രൂപം മാറി. ഇവിടെ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് പുഷ്പം, പൂവ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം പുഷ്പം പുഷ്പേ പുഷ്പാണി എന്ന് വരും. അപ്പോൾ അതിൻ്റെ ചോദ്യം ചോദിക്കുമ്പോൾ ഏതത് കിം ഏതത് കിം ഏതത് പുഷ്പം. രണ്ടെണ്ണം ആവുമ്പോൾ ഏതേ കേ ഏതേ പുഷ്പേ ഏതാനി കാനി ഏതാനി പുഷ്പാണി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രൂപം. ഏതത് ഏതേ ഏതാനി എന്ന് വരും. അതിൻ്റെ സർവനാമ രൂപത്തിൻ്റെ വചന രൂപം മാറുമ്പോൾ അങ്ങനെ ആ രൂപങ്ങളാണ് വരുന്നത്. അതുപോലെ ചോദ്യം ചോദിക്കുന്നതിന് കിം കേ കാനി എന്നാവും. അത് പുഷ്പം എന്നുള്ളതിൻ്റെ പുഷ്പം പുഷ്പേ പുഷ്പാണി. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇന്ന് കുറച്ച് ക്രിയാപദം, വളരെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇന്ന് തരുന്നുള്ളൂ. ജസ്റ്റ് ഒരു 3 ക്രിയാപദങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ഇപ്പോൾ ക്രിയാപദം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലയാളത്തിൽ ഉള്ള അതേപോലെ തന്നെയാണ് ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദത്തെയാണ് നമ്മൾ ക്രിയാപദം എന്ന് പറയുന്നത്. ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്ന, അപ്പോൾ ആ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്ന പദത്തിനെയാണ് നമ്മൾ ക്രിയാപദം എന്ന് മലയാളത്തിൽ പറയുന്നത്. അതേപോലെ തന്നെയാണ് സംസ്കൃതത്തിലും വരുന്നത്. ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദത്തെ ക്രിയാപദം എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക രൂപങ്ങളുണ്ട്. ഓരോ ക്രിയാപദവും ഓരോ രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് നോക്കുന്നത് പഠതി എന്ന ക്രിയാപദം. അതിൻ്റെ അർത്ഥം പഠിക്കുന്നു. അപ്പോൾ അതിന് ഉദാഹരണം, അതൊരു വാക്യത്തിൽ ഒരു ക്രിയാപദം മാത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു അർത്ഥം പൂർണ്ണമായിട്ടും വരുന്നില്ല. ഒരു വാക്യത്തിൽ വരുമ്പോഴാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ പഠതി എന്ന് പറയുന്നത് പഠിക്കുന്നു എന്ന ക്രിയാപദം. അതൊരു വാക്യത്തിൽ വരുമ്പോൾ എങ്ങനെയാവും നമുക്ക് നോക്കാം. ഉദാഹരണം, ബാലകഃ പഠതി. ബാലകഃ പഠതി, ബാലകൻ പഠിക്കുന്നു. അപ്പോൾ അത് പുല്ലിംഗ ശബ്ദമാണ്. അകാരാന്ത പുല്ലിംഗ ശബ്ദത്തിൻ്റെ കൂടെയാണ് ഈ ക്രിയാപദം ചേർത്തത്. ബാലകഃ പഠതി, ബാലകൻ പഠിക്കുന്നു. അടുത്തതായിട്ട് സ്ത്രീലിംഗ ശബ്ദമാണ്, ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദം. സീതാ പഠതി, സീത പഠിക്കുന്നു. സീതാ പഠതി, സീത പഠിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ക്രിയാപദത്തിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഒരേ ക്രിയാപദം തന്നെയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്ത്രീലിംഗമാണെങ്കിലും പുല്ലിംഗമാണെങ്കിലും ക്രിയാപദത്തിൻ്റെ രൂപത്തിന് വ്യത്യാസം വന്നില്ല. മലയാളത്തിലെ പോലെ തന്നെയാണ്. പക്ഷെ ഹിന്ദിയിൽ വ്യത്യാസം വരുന്നുണ്ട്. ഹിന്ദിയിൽ നമ്മളിപ്പോൾ ബാലക് പഠ്താഹെ എന്ന് പറയും. അതിപ്പോൾ സ്ത്രീലിംഗത്തിലാണെങ്കിൽ സീതാ പഠ്തി ഹെ എന്നേ പറയുള്ളൂ. പക്ഷെ സംസ്കൃതത്തിൽ മലയാളത്തിലെ പോലെ തന്നെയാണ് ക്രിയാപദം ലിംഗത്തിനനുസരിച്ച് ക്രിയാപദം വ്യത്യാസപ്പെടുന്നില്ല, മാറുന്നില്ല. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചത്. ഇത് ആദ്യത്തെ ക്രിയാപദം പഠതി. രണ്ടാമതായിട്ട് വദതി. വദതി പറയുന്നു. പറയുന്നു എന്ന ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ ഒരു ക്രിയയെ കാണിക്കുന്ന പദമാണ് വദതി. അത് ഉദാഹരണത്തിൽ വരുമ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അഗ്രജഃ വദതി, ജ്യേഷ്ഠൻ പറയുന്നു. അഗ്രജഃ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠനാണ്. അപ്പോൾ അഗ്രജഃ വദതി, ജ്യേഷ്ഠൻ പറയുന്നു. സാ വദതി, സാ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു സഹ സാ തത്. അപ്പോൾ അതിൽ സാ എന്ന് പറയുന്നത് സ്ത്രീലിംഗ സർവനാമ രൂപമാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ അവൾ എന്നുള്ള അർത്ഥം. അപ്പോൾ സാ വദതി എന്ന് പറയുമ്പോൾ അവൾ പറയുന്നു. അപ്പോൾ ഇവിടെയും രണ്ടിടത്തും സ്ത്രീലിംഗത്തിലും
പുല്ലിംഗത്തിലും ക്രിയാപദത്തിനും വ്യത്യാസമൊന്നുമില്ല. അഗ്രജഃ വദതി, സാ വദതി. ഇനി നമുക്ക് ഒരു ക്രിയാപദവും കൂടെ ഇന്ന് പഠിക്കാം. പശ്യതി, പശ്യതി, നോക്കുന്നു എന്നാണ് ഈ ക്രിയാപദം അർത്ഥം. പശ്യതി, നോക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ഉദാഹരണം, അതെങ്ങനെയാണ് വാക്യത്തിൽ വരുമ്പോൾ ഉള്ള ഉദാഹരണം നമുക്ക് നോക്കാം. ജനകഃ പശ്യതി, അച്ഛൻ നോക്കുന്നു. ജനനി പശ്യതി, അമ്മ നോക്കുന്നു. ജനകഃ പശ്യതി, ജനനി പശ്യതി, രണ്ടും ഒരേ ക്രിയാപദം തന്നെയാണ്. സ്ത്രീലിംഗ ശബ്ദത്തിനും പുല്ലിംഗ ശബ്ദത്തിനും ഒരേ ക്രിയാപദം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്രിയാപദത്തിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നതാണ്. ഇനി നമ്മൾ കൂടുതൽ ക്രിയാപദങ്ങൾ ഇനിയും വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടെ പൂർത്തിയാവും. ഹരി ഓം. ഇന്നത്തെ പഠനം നമുക്ക് ശാന്തിമന്ത്രം ചൊല്ലിക്കൊണ്ട് പൂർത്തിയാക്കാം. ത്വമേവ മാതാ ച പിതാ ത്വമേവ, ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ, ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ, ത്വമേവ സർവം മമ ദേവദേവ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വചനരൂപങ്ങളോട് ചോദ്യം ചോദിക്കുന്ന, സർവനാമങ്ങളുടെ വചനരൂപങ്ങളോട് ചോദ്യം ചോദിക്കുന്ന രീതികൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനലിൻ്റെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനലിൻ്റെ ഫേസ്ബുക്ക് പേജായ സംസ്കൃതമാതരം എന്ന ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് സംശയങ്ങൾ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സന്ദർശിക്കാത്തവർ, പുതുതായി സന്ദർശിക്കുന്നവർ, എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.